അല്ലേ? വിക്ടോറിയ പീക്ക്, പിന്നെ സെന്ററിൽ മോൺസ്റ്റർ ബിൽഡിംഗ്, പിന്നെ പിന്നെ അങ്ങനെ എന്തൊക്കെയാണോ ChatGPT ഇവിടെ അല്ല, കോപ്പൈലറ്റ് എവിടേക്കാണോ പറയണത് അവിടേക്കൊക്കെ ഞങ്ങൾ പോയി. ഹോങ്കോങ് ഇവിടെ നടന്ന് ക്രോക്സ് ഒക്കെ നടക്കാൻ നല്ല സുഖമാണ്, ഭയങ്കര സ്പോഞ്ചിയാണ്. എത്ര കിലോമീറ്റർ ആണെങ്കിലും നടക്കുന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ് ഒരാള്. ഇപ്പൊ എന്റെ ചെരുപ്പിട്ടാണ് നടത്തം. പിന്നെ നിങ്ങൾ ഏതാ ക്രോക്സ് അല്ലേ ഇട്ടുണ്ട്? ആണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഭയങ്കര സുഖമാണ് ഇട്ടാല്. ഹോങ്കോങ് ബസ് ഇവിടേക്ക് ഒരു വട്ടം വരണം, അത്രയും ഭംഗിയാണ്. നമുക്ക് ഇങ്ങനെ കുറെ വലിയ വലിയ ബിൽഡിങ് കണ്ട് ദേഷ്യം വരാൻ തുടങ്ങും. തന്നെയുള്ള പടയെ തോന്നിയാണ്ട് ഞാനങ്ങനെയാ. ഇവിടെ ഒരു നിമിഷം പോലും ആരും ഫോണിൽ നോക്കാണ്ട് നിൽക്കൂല, എല്ലാവരും ഫോണിൽ നോക്കി നിൽക്കൂ. ഞങ്ങൾ വെള്ളം വാങ്ങാൻ വേണ്ടി 7-Eleven വന്നതാണ്. ഇതിന് എത്രയായിരുന്നു? 50 രൂപ. 5 50 അല്ല 60. മറ്റേ ഇങ്ങനെ സാധാ ഒരു മിനറൽ വാട്ടറും പിന്നെ ഒരു അയൺ വാട്ടറാണ് എടുക്കല്. കാരണം അത് കുറച്ച് മധുരമായിരിക്കും. ഒരു നാരങ്ങ വെള്ളം ഒരു ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഫുഡ് കുറച്ച് നേരം കഴിക്കാൻ ലേറ്റ് ആയാലും വലിയ പ്രശ്നമല്ല. മോങ്കോക്ക് സ്റ്റേഷനാണ്. മോങ്കോക്ക് സ്റ്റേഷൻ നേരെ പോകേണ്ടത് സെൻട്രലിലേക്ക്. ഇതിന് ലൈൻ ഉണ്ടോ? റെഡ് ലൈൻ. എക്സ്കലേറ്ററിൽ കയറിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡും, നടന്നു പോണവർക്ക് ലെഫ്റ്റ് സൈഡുമാണ്. പക്ക അത് എല്ലാവരും ഒബേ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ മെട്രോയിലാണെന്നുണ്ടെങ്കിൽ കയറുന്ന ആൾക്കാർ ഫസ്റ്റ് വന്നൊരു ക്യൂ നിൽക്കും, 2 സൈഡ് ഇങ്ങനെ ക്യൂ നിൽക്കും. സെൻറ്ററിൽ ഒഴിച്ചിടും. മെട്രോ എന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് പോകാം. ഭയങ്കര ആയിട്ട് അനുസരിക്കുന്ന ആൾക്കാരല്ലേ, ഭയങ്കര ഡിസിപ്ലിൻഡാണ്. അതുപോലെ എല്ലാവരും മൊബൈലിൽ അഡിക്റ്റഡ്. എല്ലാവരും മൊബൈൽ അഡിക്റ്റ്. ഈ ഒരു മെട്രോ സ്റ്റേഷൻ, സെൻട്രൽ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ ഒരു എയർപോർട്ടിൻ്റെ അപ്പുറമുണ്ട്. വൃത്തി. ഈ പോണ വഴിക്ക് ഞങ്ങൾ ആരും മറ്റേ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ ഒന്നും കണ്ടില്ല, പക്ഷെ ഭയങ്കര വൃത്തിയാണ്. നമ്മൾ ചെറിയൊരു മുട്ടായി, ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് അതിൻ്റെ സൈഡ് മുറിച്ചെടുക്കില്ല, അപ്പോൾ ആ ഒരു സൈഡത്തെ ഒരു ട്രയാങ്കിൾ പോർഷൻ ഉണ്ടാവുമല്ലോ, അത് ചാടി അവരെ ഇവിടെ ആൾക്കാർ എടുത്തേക്കുണ്ട്. പോകാൻ വിചാരിച്ചത് മോൺസ്റ്റർ ബിൽഡിങ്ങിലേക്കാണ്. അപ്പം ഞങ്ങൾ മോങ്കോക്കിൽ നിന്ന് ഇതായിരുന്നു കോറിബേയിലേക്ക് മെട്രോ കയറി. എന്തൊക്കെയോ കുറിച്ചോടെ നടക്കുന്നുണ്ട്. ഇവിടെ മീനൊക്കെയാണ് കിട്ടേ. ഉണക്കമീനാണ് പോക്കറ്റില്. അത് കഴിക്കണക്ക് ഞാൻ പണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വൈകുന്നേരം കിടക്കുമ്പോൾ മാത്രം വരുന്നൊരു റീലുണ്ട് എനിക്ക്. അതായത് ഈ ചൈനീസിൻ്റെ ആൾക്കാർ ചെറിയ കടയിൽ പോകും, എന്നിട്ട് എന്തോ ഒരു നീണ്ടൊരു സാധനം എടുത്ത് ഇങ്ങനെ പറഞ്ഞു. അതായത് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നീണ്ടേ, അതായത് മാഗീൻ്റെ കുറച്ച് വലിയ സാധനത്തിലുള്ള നീണ്ട സാധനം ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ തിന്നും. ഇവിടെ ഞാൻ വന്നപ്പോഴും എല്ലായിടത്തും ആൾക്കാർ ആ ഒരു കവറിൽ ആ സാധനം ഉണ്ടാകുന്നു. ഈ 2 ലൈന് സാധാ നോർമൽ വണ്ടിക്കുള്ളതും അതിൻ്റെ സെൻട്രലത്തെ 2 ലൈന് ട്രാമ്പിനുള്ളതുമാണ്. അതാണ് ട്രാമ്പ്.
ഫുള്ള് താമസക്കാരാണ്. പക്ഷേ കയറുന്ന അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് അത്രയ്ക്ക് വലിയ ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്നുള്ളതില്ലേ. പ്രോഹിബിറ്റഡ് ആണ് ഇങ്ങോട്ടുള്ള എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു. അങ്ങനെ അത്ര വലിയ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ഒന്നുമല്ല. ദിസ് ഈസ് ദി മോൺസ്റ്റർ. ഇത് ഭയങ്കര മോൺസ്റ്റർ. ഇത് പുതിയ മോൺസ്റ്റർ ഇല്ലേ, ഇതെല്ലാം കുറച്ച് ഓൾഡ് മോൺസ്റ്റേഴ്സാണ്. ഇത് ഏറ്റവും വലിയ മോൺസ്റ്റർ. ഇത് ഏതായിരുന്നു സിറ്റി? ഏതാണ് സെൻട്രലിന് ഹോങ്കോങ് എന്ന് പേരുണ്ട്. ഇവിടെ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഇത് വീക്ക് ഡേയും കൂടെയാണ്. നല്ല തിരക്കാണ്. പക്ഷേ തമ്മിൽ കുസകുസയൊന്നുമില്ല. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല നല്ല ചേച്ചിമാരെ കണ്ട്. ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ₹5 പറഞ്ഞാൽ അവിടുത്തെ ഒരു 60. ഇതാ വാച്ച്. ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലല്ലേ വേൾഡിലെ ഏറ്റവും നീളം കൂടിയ എസ്കലേറ്റർ കയറാൻ വേണ്ടിയിട്ടാണ്. തുടങ്ങി എല്ലാവരും മറ്റുള്ളവരും ചേർന്നിട്ടുള്ള ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതെന്ന് അത്രയുണ്ട്. ഓക്കെ, നമ്മൾ കയറാൻ പോവാണ്. ആ ക്യൂൻസ് റോഡ് സെൻട്രൽ ആ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എത്ര മിനിറ്റ് പോകും നോക്കാം. ഞാൻ വാച്ച് കിട്ടില്ല. പ്രശ്നം എന്താ വെച്ചാല് മേടിച്ചു ചെയ്യുന്നതറിയില്ലേ. ഓക്കെ, അങ്ങോട്ട് പോണവർക്ക് സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. കയറി മൊത്തം കയറി കഴിഞ്ഞ് അങ്ങ് ശീലത്തിലെത്തിയാൽ ഇങ്ങോട്ട് എക്സ്കലേറ്റർ ഇല്ല, നടന്നിറങ്ങും. അത് ഏറ്റവും വലിയ കോമഡി. ഇത് സ്റ്റീപ്പ് ഗ്രേഡിയും സ്പ്ലിറ്റ് ആയിട്ടാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് കിട്ടും അത് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. തിരിച്ചിറങ്ങുന്നത് നടന്നിറങ്ങണം. ഞങ്ങൾ വിക്ടോറിയ പീക്ക് പോണ വഴി കണ്ടതാണ്. ഇതെന്താ ബിൽഡിംഗ് എന്നൊന്നും അറിയില്ല, പക്ഷേ ചെറിയ ബിൽഡിങ്ങേ ഉള്ളൂ ഇവിടെ. വളരെ പരിതാപകരമായ നല്ല കാറ്റുണ്ട്. ഇന്നലെ ഞങ്ങൾ പോയടുത്ത് ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാനോ സംസാരിക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ തളർന്ന് ക്ഷീണിച്ച് പട്ടികളായിപ്പോയി. ഇവിടെ ഇരിക്കാം. ചിപ്പുവൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു ബാങ്കിക്കുള്ള എൻട്രൻസ് ആണ്. ട്രാമ്പിലെത്തി. ഇവിടെ നിന്ന് ട്രാമ്പ് എടുത്തിട്ട് വേണം വിക്ടോറിയ പീക്ക് കാണാൻ വേണ്ടിയിട്ട്.
ഇതാണ് എൻ്റെ ChatGPT. ഇത് ക്ലൂക്കിൽ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ലൈനിൽ നിൽക്കേണ്ട ആവശ്യം വന്നില്ല. ട്രാമ്പ് കയറാൻ നേരിട്ട് പോകാം. ഞങ്ങളെല്ലാ ടിക്കറ്റും ക്ലൂക്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇതുവരെ ഞങ്ങളുടെ പ്ലാനിങ് ഒന്നും സംഭവിച്ചിരുന്നില്ല. എല്ലാം സ്മൂത്തായിട്ട് വളരെ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയാത്ത സ്ഥലമാണെങ്കിൽ പോലും ഞങ്ങൾ പൈലറ്റും പിന്നെ ഫുള്ള് ബോർഡൊക്കെ നോക്കിയിട്ട് എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞ സമയത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പറ്റിയൊരു പറ്റ്, ഞങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള വരി നോക്കി പുച്ഛിച്ച്, ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണല്ലോ, അപ്പോൾ ടിക്കറ്റ് ഹോൾഡേഴ്സിൻ്റെ വരിയിൽ ക്യൂയേ ഇല്ല. ഞങ്ങൾ വേഗം നടന്ന് QR സ്കാൻ ചെയ്യാൻ വേണ്ടി ഫോണെടുത്ത് QR സ്കാൻ ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ QR സ്കാൻ ആവുന്നില്ല. എത്രയായിട്ട് എറർ വരിക. ലാസ്റ്റ് സ്റ്റാഫ് ഒന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഡേറ്റ് ഒന്ന് സ്വാപ്പായിപ്പോയി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയുകയേ ചെയ്യുന്നില്ല. ഈ ട്രാമ്പിന് ബുക്ക് ചെയ്യുമ്പോൾ ഇന്ന ഡേറ്റ് ഇരിക്കുകയാണ്. കാരണം അതിൽ ഡേറ്റ് ഒന്നും ചോദിച്ചില്ല. ഇല്ലല്ലോ, ഡേറ്റ് ഒന്നും ചോദിച്ചില്ല. അതിൽ ഡേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഡേറ്റ് നാളെയും പോയി. ഇനി നാളെ ഇപ്പം മെട്രോ സ്റ്റേഷനിൽ നിന്നൊരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് കേട്ട്. അതും കുത്തനുള്ള കയറ്റം കയറണം. നാളെ വീണ്ടും ഇങ്ങോട്ട് വരണം. നാളെയാണ് ശരിക്കും ഞങ്ങൾ ബുക്ക് ചെയ്ത ഡേറ്റ്. നാളെ ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്തിരുന്നു. ആ പ്ലാൻ എല്ലാം തെറ്റി. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് കുറച്ച് നാച്ചുറൽ പാർക്സും അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അവിടെ എല്ലാം അത് വേറെ ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. അവിടെ എല്ലാം പോയിട്ട് നാളത്തെ പ്ലാൻ ഇന്നേക്കാക്കി, ഇന്നത്തെ പ്ലാൻ നാളത്തേക്കാക്കി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഈ ഒരു സാധനം ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത്രയും ചൂടാണ്. ചൂടല്ല, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇതാണ് ഓപ്പൺ ടെറസ് ബസ്. ഓപ്പൺ ടെറസ് അല്ല, ഓപ്പൺ ടോപ്പ് ബസ്. അതായത് ഹോങ്കോങ് ഐലൻഡ് ഫുള്ള് ചുറ്റും 2 മണിക്കൂർ. ഓക്കെ, അതിന് 3,75 തരാന്ന് പറഞ്ഞവര്. 3,75 4000 കൂട്ടിക്കോ ഒരാൾക്ക്.